മനുഷ്യനിലുള്ള ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോഴും അത്തരത്തിലുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് തന്നെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും മനുഷ്യനൊരു ആർട്ടിഫിഷ്യൽ ഹൃദയം അല്ലെങ്കിൽ ഒരു കൃത്രിമ ഹൃദയം ഉണ്ടാക്കുന്ന റിസർച്ച് ചെയ്യാത്തതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അതായത് മനുഷ്യന് യോജിച്ച ഒരു കൃത്രിമ ഹൃദയം കെട്ടിപ്പടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രധാന ചുവടുവെപ്പെന്ന് കാണിക്കാവുന്ന ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തു. ഈ സ്റ്റഡിയാണത്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൃദയപേശികളുടെ ഇത് ഡിസൈൻ ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു എഞ്ചിനീയറേക്കാൾ വലിയൊരു എഞ്ചിനീയറാണ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെലിക്കൽ ഘടനയുണ്ട് ഈ ഹൃദയപേശികൾക്ക്. ഇതെന്ന് പറയുന്നത് പുനർനിർമ്മിക്കാൻ കുറേ പ്രയാസമാണ്. പക്ഷേ ഈ സ്റ്റഡിയിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഹൃദയപേശികളുടെ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ പുനർനിർമ്മിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമുക്ക് എങ്ങനെയെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു വിധത്തിൽ ഹൃദയത്തിന് തുല്യമായിട്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൽ കാണിച്ചേക്കുന്നത് ഈ ബയോ എഞ്ചിനീയേഴ്സാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അവർ പറയുന്നത് ഹൃദയത്തിൻ്റെ ഈ വെൻട്രിക്കിൾ ഉണ്ടല്ലോ, അതിന് തുല്യമായിട്ടുള്ള ആദ്യത്തെ ഒരു ബയോഹൈബ്രിഡ് മോഡൽ എന്ന് കരുതാവുന്ന ഒരു സ്റ്റഡിയാണിത് അവർ ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് മാത്രമല്ല, ഈ ഹെലിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഈ ഹൃദയത്തിൻ്റെ കോശങ്ങൾ ഉപയോഗിച്ച്, ഇവർ ഡെവലപ്പ് ചെയ്ത ഈ കോശങ്ങൾ ഉപയോഗിച്ച് ഈ പേശികളുടെ ഒരു വിന്യാസം, അല്ലെങ്കിൽ ഓരോ സങ്കോചത്തിലും ഓരോ ഹൃദയ ഇടിപ്പിലും വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം തന്നെ രക്തം പമ്പ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള വളരെ നാടകീയമായിട്ടുള്ള രീതിയിൽ വളരെയധികം രക്തം പമ്പ് ചെയ്യാൻ കഴിയും ഓരോ ഇടിപ്പിലും. ഇതൊന്നും ആക്ച്വലി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള ഒരു പ്രയാസം. കാര്യം ആ ഒരു ഡൈനാമിക്സും ആ ഒരു ഡിസൈനും ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഇതുവരെ ആരും ചെയ്യാതിരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റഡിയിലൂടെ അവർക്ക് ഇത്തരത്തിൽ കുറേയൊക്കെ റീസണബിൾ ആയിട്ടുള്ള ഒരു ബയോഹൈബ്രിഡ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത് US കണക്ക് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ മരണങ്ങളുടെ ഒരു പ്രധാന കാരണം തന്നെ ഹൃദ്രോഗം തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൃദ്രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പരിക്ക് സ്വയം നന്നാക്കാൻ കഴിയുന്ന ഒരു അവയവമല്ല ഹൃദയം. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യ ഹൃദയം ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള പല ട്രയലുകളും ഈ കാർഡിയാക് മെഡിസിനിൽ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡീസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായിട്ടുള്ള സയൻസ് ജേണലിലാണ്. ഇതിലെ റിസർച്ചേഴ്സൊക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബോസ്റ്റണിലുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ചേഴ്സാണ്. പിന്നെ അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ് എന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ഇത്രയും കാലം ഈ സ്റ്റഡി ഇങ്ങനെ നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ഹൃദയം നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് വളരെ അതുല്യമായിട്ട് വളരെ യുണീക്കായിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അതൊക്കെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പലരും മുമ്പ് പബ്ലിഷ് ചെയ്ത പല സ്റ്റഡിയിലും പറയുന്നത്. പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ഓരോ ഇടിപ്പനുസരിച്ചും അതിനൊരു വളരെ ഒരു ഹെലിക്കൽ ഒരു ജിയോമെട്രി ഉണ്ട്. മാത്രമല്ല ഇതിനൊരു ട്വിസ്റ്റിംഗ് മോഷനുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ റിക്രിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഓരോ ഇടിപ്പനുസരിച്ചും ഈ ചലനം, ഈ ട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടാക്കുന്ന ഒരു ചലനം മൂലം, പ്രത്യേകിച്ച് ഹെലിക്കൽ ജിയോമെട്രിയൊക്കെ മൂലം അതാണ് വലിയ ഉയർന്ന അളവിലാണ് രക്തം പമ്പ് ചെയ്യുന്നത് ഓരോ ഹൃദയം ഇടിക്കുന്ന സമയത്തും. പക്ഷേ അതൊന്നും ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നും ഈ ട്വിസ്റ്റിംഗ് മോഷൻ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ ട്വിസ്റ്റിംഗ് മോഷനാണ് ഇത്തരത്തിൽ വളരെ കൂടിയ അളവിൽ രക്തം പമ്പ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന പല തിയറീസും ഉണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലി ഇങ്ങനെ ഉണ്ടാക്കി തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ വ്യത്യസ്തമായിട്ടുള്ളൊരു ജിയോമെട്രിയും ഈ വിന്യാസങ്ങളും ഒക്കെയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് പല സ്റ്റഡീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസിലെ CS എന്നാണ് പറയുന്നത്, അവിടെ നിന്നുള്ള ബയോ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഒരു വെൻട്രിക്കിൾക്ക് തുല്യമായിട്ടുള്ള ഒരു ബയോ ഹൈബ്രിഡ് മോഡൽ വികസിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഹെലിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഈ ബീറ്റ് ചെയ്യുന്ന, അതായത് ഈ ഇടിക്കുന്ന കാർഡിയാക് സെൽസിന് തുല്യമായിട്ടുള്ള ഈ മോഡൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഈ പേശികളുടെ വിന്യാസവും എത്രത്തോളം തന്നെ ഈ രക്തം പമ്പ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിധത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വെൻട്രിക്കിൾക്ക് തുല്യമായിട്ടുള്ള ഒരു ഡിസൈനാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ അത് അവരെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാലോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അഡിറ്റീവ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഫോക്കസ്ഡ് റോട്ടറി ജെറ്റ് സ്പിന്നിങ് എന്ന് പറയുന്ന
FRJS എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് പ്രത്യേകിച്ച് അതെന്ന് പറഞ്ഞാൽ വളരെ അറിയാലോ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വളരെ നാരുകളാണല്ലോ, വളരെ മൈക്രോമീറ്ററുകൾ മുതൽ 100 കണക്കിന് നാനോമീറ്ററുകൾ വ്യത്യാസമുള്ള ഹെലിക്കലി അറേഞ്ച് ചെയ്ത നാരുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന വളരെ ഹൈ ത്രൂപുട്ട് ഫാബ്രിക്കേഷനൊക്കെ സാധ്യമാകുന്ന ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതേ സങ്കേതമാണ് അവർ ഇതിൽ യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഹൈ ത്രൂപുട്ട് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓട്ടോമേഷനിലും റോബോട്ടിക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഹൈ ത്രൂപുട്ട് ഫാബ്രിക്കേഷൻ അല്ലെ ഹൈ ത്രൂപുട്ട് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. അതിന് തുല്യമായിട്ടുള്ള ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തത്. ഇവർ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയാണ്. അത് ആക്ച്വലി പല ഫീൽഡിൽ അതിന് ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഈ ബയോഫിസിക്സ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത FRJS എന്ന് പറയുന്ന ഈ നാരുകളെ, FRJS ഇത്തരത്തിലുള്ള വളരെ നാരോ സൈസിലുള്ള നാരുകളെ ഉപയോഗിച്ച് ഈ കോശവിന്യാസങ്ങളും അല്ലെങ്കിൽ അതറിയല്ലോ, കോശങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ടിഷ്യൂ കൾച്ചറിലൂടെയും ടിഷ്യൂ എഞ്ചിനീയറിങ്ങിലൂടെ. അത് ഈ നാരുകൾക്ക് തുല്യമായിട്ട് ഈ കോശവിന്യാസം സഹായിക്കാനും വളരെ നിയന്ത്രിതമായിട്ടുള്ള അളവിൽ ഈ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ഘടകങ്ങൾ ഉപയോഗിച്ച് ഈ കോശങ്ങളെ നിർമ്മിക്കാനൊക്കെയാണ് ഇവർ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവയവങ്ങളെ ബയോ ഫാബ്രിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഹൃദയത്തെ ബയോ ഫാബ്രിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് സ്റ്റഡി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യ ഹൃദയം ഉണ്ടാക്കുക എന്ന മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തോട്, അതിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യത്തോട് നമുക്ക് സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റഡിയാണിതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാര്യമാണിത്. കാര്യം എന്ന് വെച്ചാൽ 1669 തന്നെ ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യനായിട്ടുള്ള റിച്ചാർഡ് ലോവർ അയാൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അയാളുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയായിട്ടുള്ള ട്രാക്റ്റസ് ഡീകോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹൃദയത്തിൻ്റെ ഒരു സ്പൈറൽ ലൈക്ക് അറേഞ്ച്മെൻ്റാണ് ഇതിൻ്റെ ഒരു മസിൽസിനെ ഇത്തരത്തിലുള്ള വലിയ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ രക്തത്തെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ 1669 തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റിച്ചാർഡ് ലോവർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനാണ്. അയാളുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിലെ പ്രശസ്തനായിട്ടുള്ള ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനും ഒരു ഫിലോസഫറും ഒക്കെയാണ്. അയാൾ മാത്രമല്ല, ഈ റിച്ചാർഡ് ലോവർ എന്ന് പറയുന്നത് ചാൾസ് രണ്ടാമൻ രാജാവിനെയൊക്കെ ചികിത്സിച്ചിരുന്ന ആളെന്നൊക്കെ പറയുന്നത്. അന്ന് തന്നെ അയാൾ 1669 തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഒരു 3 നൂറ്റാണ്ടുകളോളം തന്നെ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാസ്ത്രത്തിലൊക്കെ വളരെയധികം ഡെവലപ്മെൻറ്റും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിസിഷ്യന്മാരും ശാസ്ത്രജ്ഞന്മാരും ഹൃദയത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ കുറേയേറെ സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്പൈറൽ ലൈക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, അതായത് മസിൽസിൽ ഈ സർക്കിളിതമായിട്ടുള്ള ഒരു പേശിയുടെ ഒരു ഉദ്ദേശം, അല്ലാതെ എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്, ഇത്രത്തോളം വലിയ അളവിലുള്ള രക്തം എന്നൊക്കെ ആക്ച്വലി അതിലൊന്നും വലിയ സ്റ്റഡി നടന്നിട്ടില്ല. അങ്ങനെ റീസെൻ്റായിട്ട് വളരെ പ്രശസ്തമായിട്ടൊരു സ്റ്റഡി നടന്നത് 1969 പ്രത്യേകിച്ച് അലബാമ യൂണിവേഴ്സിറ്റിയിലെ, പ്രത്യേകിച്ച് അത് ബർമിംഗ്ഹാം മെഡിക്കൽ സ്കൂളാണ്. അവിടുത്തെ ഒരു ബയോ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്ന എഡ്വേർഡ് സലീൻ എന്ന് പറയുന്ന ആൾ, അയാളെ സലീൻ സിദ്ധാന്തം അല്ലെങ്കിൽ സലീൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ് ഈ ഇത്തരത്തിലുള്ള റിജക്ഷൻ ഫ്രാക്ഷൻ ഓഫ് ഹൃദയത്തിൻ്റെ റിജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കുറേ സ്റ്റഡി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഹെലിക്കൽ വിന്യാസവും ഹൃദയത്തിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ തമ്മിലുള്ള ബന്ധം. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ സങ്കോചത്തിലും ഓരോ ഹൃദയമെടുപ്പിലും വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം പമ്പ് ചെയ്യാൻ പറ്റും, രക്തം പമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ശതമാനമാണ് ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഹെലിക്കൽ സ്ട്രക്ചറുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പുള്ളി ഞാൻ പറഞ്ഞു ബയോ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. പുള്ളി അതിൻ്റെ ഒരു ഫോർമുലേഷനും അതിൻ്റെ ഒരു കണക്കുകളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി നടത്തിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ പറഞ്ഞ പോലെ ഈ സലിൻ്റെ ഒരു സിദ്ധാന്തം പരിശോധിക്കാനും അതിന് ഹെലിക്കൽ ആയിട്ടുള്ള ഘടനയുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ ഒരു പ്രാധാന്യവും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മാതൃക ഉണ്ടാക്കിയായിരുന്നു ഈ സ്റ്റഡിയിലൂടെ അവർ ട്രൈ ചെയ്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ സലീൻ സിദ്ധാന്തം ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ FRJS എന്ന് പറയുന്ന ഒരുപക്ഷെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഫോക്കസ്ഡ് റോട്ടറി ജെറ്റ് സ്പിന്നിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അവർ ഹൃദയകോശങ്ങളെ എടുക്കാനായിട്ട് ട്രൈ ചെയ്തത്. പ്രത്യേകിച്ച് ഈ സ്പിന്നിങ് നാരുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈലിൽ ഉപയോഗിക്കുന്ന ഈ നാരുകളുടെ ഒരു വിന്യാസത്തെയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്ന ടെക്നോളജിയാണിത്. ഇതിന് തുല്യമായിട്ട് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോംബെ മിഠായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് കാൻഡി ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോട്ടൺ ക്യാൻഡി മെഷീൻ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് തുല്യമായിട്ടുള്ളൊരു സങ്കേതം തന്നെയാണ് FRJSൽ ഉപയോഗിക്കുന്നത്. അതായത്
എന്താ പറയുക, ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അവർ ഈ ദ്രാവകം, പോളിമർ ദ്രാവകം ഒരു റിസർവോയിൽ വെക്കുകയും എന്നിട്ട് ഈ ഒരു മെഷീൻ കറങ്ങുന്ന സമയത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകേന്ദ്ര ബലം വരുന്നതിൻ്റെ ഫലമായിട്ട് വളരെ ചെറിയ ഓപ്പണിങ്ങിലൂടെ ഈ ഒരു ലിക്വിഡ്, അതായത് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് പുറത്തേക്ക് വരികയും അങ്ങനെ ആ ഒരു ലായനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ടിത് അതിൻ്റെ ഒരു ടെമ്പറേച്ചറും മറ്റു രീതിയിലും അനുസരിച്ച് ഇത് ഈ റിസർവോയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലായനി ബാഷ്പീകരിക്കുകയും അങ്ങനെയാണ് പോളിമർ ഉണ്ടാകുന്നത്. പോളിമർ ആ ഒരു നാരുകൾ ഉണ്ടാകുന്നത്. അത്തരത്തിലാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അതിന് തുല്യമായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അപ്പം ഈ പോളിമർ ദൃഢീകരിക്കുകയും അത് അത്തരത്തിൽ നാരുകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഈ ഒരു. മാത്രമല്ല അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എയർ സ്ട്രീം ഇതിലേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് ഈ ഫൈബേഴ്സിനേക്ക് ഒന്ന് ഓറിയൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അത് ഇഷ്ടമുള്ള ഒരു കളക്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചുറ്റിയെടുക്കുകയൊക്കെ ചെയ്യാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ചെയ്യുന്നത്. അതിന് തുല്യമാണ് നമ്മുടെ ഈ ബോംബെ മുട്ടായാലും ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ, ഒരു കറങ്ങുന്ന ഒരു സാധനത്തിലേക്ക് ഒരു വടി പോലൊരു സാധനം കാണിക്കുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ നാരികൾ വന്നു ചേരുകയും അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ബോംബെ മിഠായി ഉണ്ടാക്കി തരുന്നത്. അതിന് തുല്യമായിട്ടൊരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തത് ഹൃദയപേശികൾ ഉണ്ടാക്കാൻ. അത് ഇത്തരത്തിലുള്ള ഈ ഹെലിക്കൽ സ്ട്രക്ചറിന് നമുക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടും, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഹൃദയത്തിൻ്റെ ഒരു സെല്ലുകൾക്കുള്ള ഈ ഒരു ആംഗിളിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഒരു അലൈൻമെൻ്റ് ഉണ്ട്, ട്വിസ്റ്റിംഗ് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ തുല്യമായിട്ട് നാരുകളുടെ ഒരു വിന്യാസം ട്യൂൺ ചെയ്യാനായിട്ട് ഈ ടെക്നോളജി അവർ ഉപയോഗിക്കുകയും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഈ FRJS എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു ഘടനയൊക്കെ പുനർനിർമ്മിക്കാനായിട്ട് അവർ ട്രൈ ചെയ്തു. മാത്രമല്ല അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു അറകളുള്ള ഹൃദയം മാത്രമല്ല 4 അറകളും വെൻട്രിക്കിൾ ഘടനകളും നിർമ്മിക്കാൻ കഴിയുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ റീസെൻ്റായിട്ട് ചില സ്റ്റഡികളിൽ ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ഹൃദയത്തിൻ്റെ സെല്ലുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം 3D പ്രിൻറ്റിംഗ് എന്ന് വെച്ചാൽ വലിയ ഒബ്ജക്റ്റും വലിയ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ 3D പ്രിൻറ്റിംഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ നാരോ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ 3D പ്രിൻറ്റിംഗ് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. മാത്രമല്ല ഈ FRJS എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ ഒരു മൈക്രോൺ ലെവലിൽ തന്നെയുള്ള നാരുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ഒരു മുടിയേക്കാൾ 50 മടങ്ങ് ചെറുതാണ് ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ. അത്രത്തോളമുള്ള ഡിസൈനുള്ള സെല്ലുകൾ വരും. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ഉണ്ടാക്കാൻ, ഹൃദയത്തിന് ഉള്ള ഈ ബേസിക് സെല്ലുകളൊക്കെ ഉണ്ടാക്കാൻ, ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കൊളാജൻ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീനാണ്. അത്തരം സൈസുള്ള, അതൊരു മൈക്രോൺ മാത്രം വ്യാസമുള്ളതാണ്. അത്തരത്തിലുള്ള റെസൊല്യൂഷനുള്ള മൃഗത്തിൻ്റെ സെല്ലുകളെയൊക്കെ 3D പ്രിൻറ്റിങ്ങിലൂടെ ഉണ്ടാക്കാനാണെങ്കിൽ ഏകദേശം അത്രത്തോളം സെല്ലുകൾ, അതായത് ഹൃദയത്തിലുള്ള എല്ലാ സെല്ലുകളും ഉണ്ടാക്കാൻ ഏകദേശം 100 വർഷത്തോളം സമയമെടുക്കും ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയിലൂടെ. അതേസമയം ഈ FRJS ടെക്നോളജിയിലൂടെ വളരെ ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലെ സെല്ലുകളെ സീൽ ചെയ്ത് വളർത്തിയെടുക്കാൻ കഴിയുന്നതൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർ ചെയ്തത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച്, ഈ സ്പിന്നിങ് ടെക്നിക്ക് ഉപയോഗിച്ച് ഈ വെൻട്രിക്കിൾ ചെയ്തതിന് ശേഷം എലിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാർഡിയോമയോസൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബേസിക് സെല്ല്, അതൊരു സ്റ്റെം സെല്ല്, അത് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു സ്റ്റെം സെല്ല് ഉപയോഗിച്ച് അത് സീഡ് ചെയ്യുകയും ഇത്തരത്തിൽ വിത്ത് പാകി അതിനെ വളർത്തിയെടുക്കുകയാണ്, ടിഷ്യൂ കൾച്ചറിലൂടെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അന്നേരം അവർ നോക്കിയപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഈ ടിഷ്യൂ വളരുകയും വളരെ നേർത്ത പാളിയിലുള്ള ഈ സ്കാഫോൾഡിങ്ങിനെ മൂടുകയും നമ്മുടെ ഈ ഒരു ഇതിന് താഴെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നേരത്തെ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏത് ഡയറക്ഷനിലാണോ ഈ നാരുകളെ വിന്യസിച്ചെടുക്കേണ്ടത് ആ രീതിയിൽ അവർ വളർത്തിയെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല വളരെ ജീവനുള്ള, ഇടിക്കുന്ന, അതായത് മിടിക്കുന്ന എന്ന് വെച്ചാൽ ബീറ്റ് ചെയ്യുന്ന വെൻട്രിക്കിൾ ഹൃദയ സെല്ലുകൾക്ക് തുല്യമായിട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റിങ്ങും റിങ്ങിങ് മോഷനും ഒക്കെ ഉള്ള ആ ഒരു ചലനത്തെ അനുകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് അവർ സെല്ലിനെ വളർത്തിയെടുക്കുകയും അതിനുശേഷം അവർ ഈ വെൻട്രിക്കിളുടെ രൂപഭേദം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഹൃദയത്തിൽ നമ്മളെ വൈദ്യുത സിഗ്നലുകളുടെ വേഗതയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി അതിൻ്റെ ഒരു ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസാണ്. അതിൻ്റെ ഒരു വേഗത അല്ലെങ്കിൽ ഈ ഹെലിക്കൽ അലൈൻമെൻ്റ് ഉണ്ടല്ലോ ഈ ഫൈബേഴ്സിൻ്റെ, അത് ഈ വെൻട്രിക്കിളിനിടയിൽ എങ്ങനെയാണ് ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ബ്ലഡിൻ്റെ ഒരു എത്ര എമൗണ്ടിൽ അത് പമ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സ്റ്റഡി അവർ നടത്തുകയും അതിലവർ കമ്പയർ ചെയ്തപ്പോൾ അവർ ഹെലിക്കലി അവർ ഡിസൈൻ ചെയ്ത ഈ ടിഷ്യൂ എന്ന് പറയുന്നത് പല സ്റ്റഡികളിലും അവർ സർക്കംഫറൻഷ്യലി അലൈൻഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ പറ്റിയുള്ള
സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഹെലിക്കലി അലൈൻ ചെയ്ത ഇവരുണ്ടാക്കിയ ടിഷ്യൂ നല്ല രീതിയിൽ പമ്പും കാഴ്ചവെക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റഡിയെ പറ്റി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ 2003 മുതൽ തന്നെ ഈ റിസർച്ച് ഗ്രൂപ്പ് ഹൃദയത്തിൻ്റെ ഒരു ഘടനയെപ്പറ്റിയും പ്രവർത്തനത്തെ പറ്റിയും രോഗവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ വളരെയധികം സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിൽ വളരെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു ലാമിനാർ സ്ട്രക്ചറിൽ ആർക്കിടെക്ചറിൽ ഈ ഹെലിക്കൽ ഘടനയെപ്പറ്റി ഇതുവരെ ആരും പരീക്ഷിക്കാത്ത രീതിയിൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ഈ സെല്ല് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫസർ സാലിം. പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്. ആ ഒരു പ്രവചനത്തെ എത്തുന്ന ആ ഒരു കാൽക്കുലേഷനെയൊക്കെ ബേസ്ഡ് ആയിട്ടാണ് ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ഈ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച്, അതായത് സ്പിന്നിങ് ടെക്നോളജി തുല്യമായിട്ടുള്ള സ്പിന്നിങ് ടെക്നോളജി ഉപയോഗിച്ച് അവർ ഈ ഒരു സെല്ല് രൂപപ്പെടുത്തുകയും ഇത്തരത്തിൽ ഉണ്ടാക്കിയ ഈ ഒരു പ്രക്രിയയിലൂടെ അവർ ഒരു മനുഷ്യ ഹൃദയത്തിന് തുല്യമായ വലുപ്പത്തിലും വേണമെങ്കിൽ നമ്മുടെ ഒരു തിമിംഗലത്തിൻ്റെ ഹൃദയം വളരെ വലുതാണ്. പ്രത്യേകിച്ച് മിങ്ക് വെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള വെയിൽസിൻ്റെയൊക്കെ ഒരു ഹൃദയത്തിന് തുല്യമായിട്ടുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സ്റ്റഡിയിൽ അവർ കോടിക്കണക്കിന്, അതായത് മനുഷ്യൻ്റെ ഹൃദയം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിപ്പത്തിലുള്ള കോടിക്കണക്കിന് കാർഡിയോ മയോസൈറ്റുകളുടെ കോശങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള ഒരു ട്രൈ ചെയ്തില്ല. പക്ഷേ അതിനും പോസിബിൾ ആണെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ FRJS എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് പറയുന്നത് ബയോ ഫാബ്രിക്കേഷൻ, അതായത് അവയവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഫുഡ് പാക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതിനുവേണ്ടി പോലും ഈ ഒരു ടെക്നോളജി FRJS ഉപയോഗിക്കാമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി അവർ പേറ്റൻറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഹാർവാർഡ് ഓഫീസ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു പേറ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസ് ഇതിൻ്റെ ഒരു ഭൗതിക സ്വത്ത് സംരക്ഷിക്കാനായിട്ടും ഭാവിയിൽ വാണിജ്യവൽക്കരണത്തിൻ്റെ സാധ്യതകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർ അത് പേറ്റൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ പ്രത്യേകത. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹൃദയമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡിയാണിത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ സ്റ്റഡിക്ക് വേണ്ടി വളരെയധികം ഫണ്ടിങ് കൊടുത്തു. പ്രത്യേകിച്ച് ഹാർവാർഡ് മെറ്റീരിയൽ റിസർച്ച് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സെൻറ്ററിൻ്റെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് US അവരുടെ ഒരു ഫണ്ടിങ്, പ്രത്യേകിച്ച് സെൻറ്റർ ഫോർ നാനോ സ്കെയിൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനോട് ചേർന്നിട്ടുള്ള ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ അഡ്വാൻസിങ് ട്രാൻസ്ലേഷണൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവരുടെ ഒരു ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണിത്. അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റു വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, സൊസൈറ്റി തുടങ്ങിയതിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡികൾ ജേണൽ ആർട്ടിക്കിൾസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ സാധാരണയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.